കഴുത്തിക്കൂടെ കുടിക്കും. കഴുത്തിക്കൂടെ കുടിക്കാൻ മാത്രമേ വെള്ളത്തിൽ പിടിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിന് ശ്വാസം കഴിക്കണമെങ്കിൽ വേര് മുകളിൽ വേണം. ഓക്സിജൻ ശ്വസിക്കുന്നത്. അപ്പോൾ അത് ഓക്സിജൻ മുകളിലേക്ക് കിട്ടും, വെള്ളത്തിൻ്റെ അടിയിൽ കിട്ടുന്നില്ല. അപ്പോൾ അത് മുകളിലേക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ശരിക്കും ചെറുത് എത്തിക്കണം. ആ പേനൊക്കെ ഉണ്ടല്ലേ, അത് നമുക്ക് ശരിക്കും എഴുതുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ മഷി മുക്കിയിട്ട് ഇങ്ങനെ എഴുതുകയും ചെയ്യാറ്. ഇത് ശരിക്കും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് ഈ സാധനം. ഇത് നമുക്ക് എടുത്തിട്ട് ആ തൊലി പതുക്കെ ചീവി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ബോയിൽ ചെയ്തിട്ട് ശർക്കരയും ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്. വേറെ തായ് വരുന്ന സാധനമുണ്ട് ഈ വേരിൽ നിൽക്കുന്നത്. ഇത് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടലുണ്ടല്ലോ, ഇതാണ് നമുക്ക് ശരിക്കും ഈ മണ്ണൊലിപ്പിനും എല്ലാത്തിനും പറ്റിയ നമ്മുടെ ഈ പ്രദേശത്തിന് പറ്റിയ ഏറ്റവും നല്ല കണ്ടലാണ്. ഇത് വയ്ക്കാൻ കണ്ടലാണ്. ഈ കണ്ടലിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് നേരെ ഇങ്ങോട്ട് മാത്രമേ വരുള്ളൂ. ഇങ്ങോട്ട് വന്നിട്ട് ഈ ചുറ്റും തന്നെ ഉള്ളൂ, മുകളിലേക്ക് വരില്ല. ഇതേപോലെ മുകളിൽ നിന്ന് വരില്ല. നല്ല ശരിക്കും നല്ല ഭംഗിയായിരിക്കും അല്ലേ? അപ്പോൾ അത് നമ്മൾ ശരിക്കും വെട്ടി വേറെ വെട്ടി കൊടുക്കുന്നത് നല്ല പട പോലെ ആണ് ഈ കണ്ടലിൻ്റെ പ്രത്യേകത. അതവിടെ കാണിച്ചില്ല. ഇത് കണ്ട ഇതിന്റെ വേര് വന്നിരിക്കുന്നുണ്ടോ നോക്കിക്കേ. അപ്പം മുകളിൽ ഓൾറെഡി അതിന്റെ മുള പൊട്ടിക്കഴിഞ്ഞു. ഇത് വൈക്കം കണ്ടല്ലോ. പ്രത്യേകത തടി പച്ചത്തടിയായിട്ട് ഇതിൻ്റെ വേര് ആ അടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നേരെ ഈ ചേരം കൊണ്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൊട്ട പോലെ ഇങ്ങനെ നമ്മൾ വഴിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടവിടെ വെള്ളത്തിരിക്കും. വേര് ഇങ്ങനെ അറ്റത്ത് അത് വരും. ഇതിന് വേരിന് വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റാണ് ഇതിൻ്റെ വേര്. അപ്പം മീനുകൾ കറക്റ്റ് അതിൻ്റെ വന്ന് കൊത്തിത്തുന്നുണ്ട്. മീനവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളുടെ നാട്ടിലുള്ള കരിമീൻ, ഈ പിലോപ്പി അങ്ങനെയുള്ള മീനുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രജനനം നടത്താനായിട്ട് ഏറ്റവും നല്ല സാധനം ഇതാണ്. ഇത് വന്ന് കൊത്തിത്തുന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള സാധനമാണത് ഇതിൻ്റെ വേര്. ഇത് മുകളിലേക്കും വരില്ല, അതേപോലെ ഇങ്ങനെ പടന്ന് മുകളിലേക്കും വരില്ല. ഇത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല നമുക്ക് ഈ നാട്ടിൽ പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കണ്ടെത്തുന്നത് ഇതാണ്. മണ്ണിടിച്ചിൽ ഇതുകൊണ്ട് ഒരിക്കലും ഇവിടെ നിന്ന് ഒരു തുള്ളി മണ്ണ് അപ്പുറത്തേക്ക് പോകില്ല. ഇപ്പം മത്സ്യസമ്പത്ത് നമുക്ക് ഒരുപാടുണ്ടാകും. പിന്നെ ഇവിടുത്തെ എയർ എന്ന് വെച്ചാൽ ഫ്രഷ് എയർ ആയിരിക്കും എപ്പോഴും. വൈക്കം കണ്ടൽ. രണ്ടുപേരുണ്ട് കേട്ടോ, അത് പ്രത്യേകം ഓർത്തേക്കണം. പഞ്ചാരക്കണ്ടൽ. കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലൊക്കെ കാണുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ, കണ്ടലുകളെ കുറിച്ച് കാണാൻ, നമ്മുടെ ദേശാടന പക്ഷികളെ കുറിച്ച് കാണാൻ. എടാ ഈ അമ്മാമ്മ ഒത്തിരി അനുഭവങ്ങളൊക്കെയുള്ള അമ്മച്ചിയാണ്. ഇവിടെ കൃഷിപ്പണി ചെയ്യാൻ അറിയാം. പണ്ട് കാലത്തൊക്കെ എനിക്കറിയാം. ഇവിടെ കൊയ്ത്ത് നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നെല്ല് വിതക്കാനും കൊയ്യാനും ഒക്കെ അല്ലേ, അത്ര അനുഭവങ്ങളൊക്കെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ ഇവർ ഇതൊന്നും കണ്ടിട്ടില്ല. ആ അതെ. എടാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഒരു ഫോട്ടോ എടുത്തേ. വാ. അതുപോലെ തന്നെ കുപ്പികൾ, പ്ലാസ്റ്റിക്കുകൾ, ഈ വഴികളൊക്കെ എല്ലാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം പ്ലാസ്റ്റിക്കുകൾ, കുപ്പികൾ, മറ്റുള്ള മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന കാണാം. അപ്പോൾ ഇനിയുള്ള തലമുറ അത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെങ്കിലും ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിനുള്ള കടമകൾ ഏറ്റെടുത്ത് നമ്മുടെ ഭൂമിയെ നല്ല രീതിയിൽ മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ. ഏറ്റവും മോശമായ ഒരു പ്രവൃത്തി നമ്മൾ ഈ അവസരത്തിൽ കാണുന്നു അല്ലേ? ആ വഴിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ആ ശ്മശാനത്തിൻ്റെ അവിടെ ഇരുഭാഗത്തും ആളുകൾ കൊണ്ടുവന്ന് വിരിച്ചിരിക്കുന്നത്. ഇത് നമ്മളിൽ പലരും തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതൊരു തെറ്റായിട്ട് ആർക്കും തോന്നുന്നില്ല. പക്ഷെ അത് ഏറ്റവും മോശമായ വിവരങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ പേരെന്തായിരുന്നു? ഭാർഗവി. ആ, എല്ലാത്തിനും ജൈവവൈവിധ്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മരം പിടിപ്പിക്കാൻ പറ്റുമല്ലോ അല്ലേ? ഏതാണിത്? ഓക്കെ, കണ്ടോ, ഇത്രയും ഉപ്പ് പ്രദേശത്ത് ഇത് വളരാമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്കൂളിൽ ഇത് വളർത്തിയിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു നമ്മുടെ ഈ വർഷത്തെ ഒരു ടാർഗറ്റാണ്. വ്യത്യസ്തമായ മരങ്ങൾ നമ്മുടെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെയായിട്ട് ഇഷ്ടപ്പെടാതിരിക്കുന്നത്? അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ആരോട്? നിങ്ങൾക്ക് ഈ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ ഒരു അല്ലേ, ഈ ഒരു ആംബിയൻസ് ഇരിക്കണം നമുക്ക് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇതൊരു സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇന്നലെ തന്നെയൊക്കെ പ്ലാൻ ചെയ്തതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കൂടുക. അപ്പോൾ ഇതിന് ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുട്ടികളുടെ പേരിൽ സ്കൂളിൻ്റെ നന്ദിയൊക്കെ. അപ്പോൾ